വെൽക്കം ബാക്ക് ടു സുബാവ വ്ളോഗ്സ്. അപ്പം ഇന്ന് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ദിവസമാണ് കേട്ടോ. കാരണം നമ്മൾ പേരെ കൂട്ടാനായിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പം എന്നെപ്പോലെ വസു ഭയങ്കര എക്സൈറ്റഡ് ആണ്. വസുവിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടില്ല ആരാണോ വരുന്നത് അവരുടെ കാര്യം പറഞ്ഞിട്ടില്ല. അങ്ങനെ അതിരാവിലെ അല്ല ഒരു 8:30 നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. 9:30 അവർ വരാറ്. സോ ഇനി നമ്മൾ ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചാണ് കേട്ടോ നമ്മൾ കുറച്ചധികം നേരത്തെ തന്നെ ഇറങ്ങി പുറപ്പെട്ടത്. അങ്ങനെ നമ്മൾ കാറിൽ നമ്മുടെ ധനനിലാവിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ്ങാണിത്. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ ഇട്ട് ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ട്രെയിൻ പക്ഷേ ലേറ്റ് ആയിരുന്നു. നമ്മൾ നേരത്തെ വന്ന ട്രെയിൻ ലേറ്റ് ആവും, നമ്മൾ ലേറ്റായിട്ട് വന്ന ട്രെയിൻ നേരത്തെ വരും. എന്താ അല്ലേ ഇന്ത്യൻ റെയിൽവേ. അങ്ങനെ ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എന്തോ ചെയ്യിച്ചാണ് കേട്ടോ അത് ഈ കാണുന്നത്. നമ്മുടെ വാഗമൺ പോയിട്ടുള്ള നമ്മുടെ ഫോട്ടോസാണ് ഇട്ടിരിക്കുന്നത്. ഫൈനലി നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ആളുകൾ എത്തിട്ടോ. വേറെ ആരുമില്ല, എൻ്റെ അച്ഛനും അമ്മയും. അപ്പോൾ പാല് അച്ഛന് വന്നതാണ് കേട്ടോ എൻ്റെ അച്ഛൻ. പിന്നെ അച്ഛന് വരാൻ പറ്റിയിട്ടില്ല. അച്ഛന് കാലിന് സുഖമില്ലാത്തതുകൊണ്ട് അച്ഛൻ അങ്ങനെ എവിടെയും ട്രാവൽ ചെയ്യാറില്ല. മീൻസ് അധിക ദൂരം. ഇപ്പം ഇത്രയും നേരം ട്രെയിനിലൊക്കെ ഇരുന്ന് കാലൊക്കെ തൂക്കിയിട്ടൊക്കെ വരുമ്പോഴേക്കും ബുദ്ധിമുട്ടാവൂലേ. എന്നെക്കൊണ്ട് അച്ഛൻ വരില്ല. പക്ഷെ അച്ഛൻ വസുവിനെ കാണണം എന്നുള്ള അച്ഛൻ്റെ ഒറ്റ വാശിയിൽ അച്ഛൻ ഇറങ്ങി പുറപ്പെട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ വസുവിനെ ഇവരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പക്ഷേ വസുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് പേഴ്സൺ എൻ്റെ അച്ഛനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവരെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വന്നു. ഒരു ആര്യാസിലാണോ ഏതോ ഒരു ഇത് എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായിട്ടാണ് വീഡിയോ, പക്ഷേ എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. സോ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചപ്പോൾ തിരിച്ച് വരുമ്പോഴേ അമ്മ എനിക്കിത് ഈ ഫ്രൂട്ട് വാങ്ങിച്ചു തന്നിട്ടോ. ഇതെൻ്റെ പേര് അബിയോ എന്തോ ഒരു പേര്. ഇപ്പം ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ എനിക്ക് വാങ്ങിച്ചു തന്നെയാണ്. അപ്പം അമ്മ പറയാണ് ഇങ്ങനെ മുറിക്കൂ അങ്ങനെ മുറിക്കൂ എന്നൊക്കെ ഇൻസ്ട്രക്ഷനൊക്കെ തന്നിട്ട് ഞാനും അമ്മയും കൂടെ കിടന്ന് കഠിന പ്രയത്നത്തിലൂടെ നമ്മളവിടെ കട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. കൊള്ളായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫ്രൂട്ട്, ഒരു നല്ല മധുരമുള്ള സ്വീറ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. പക്ഷേ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ ലഞ്ച് നമ്മൾ വരുമ്പോൾ ചിക്കൻ വാങ്ങിയിട്ടാണ് കേട്ടോ വന്നത്. ഇപ്പോഴും ഞാൻ ഉണ്ടാക്കുകയല്ലേ, അമ്മ വരുമ്പോൾ എനിക്ക് കുറച്ച് മടിയാവും. പിന്നെ അമ്മയുടെ കറി കൂട്ടാനുള്ള ഒരു തന്ത്രമാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ മോര് കറിയും ക്യാബേജ് തോരനും ചിക്കൻ ഒരു പരട്ട പോലെ ആക്കിയിട്ടോ അമ്മയ്ക്ക് ഇങ്ങനെ വെക്കുന്നതാണ് അമ്മയ്ക്ക് കുറച്ചുകൂടി ഇഷ്ടം. ഇങ്ങനെ ഫ്രൈ ഒക്കെ ചെയ്തിട്ട് എനിക്കും അത് തന്നെയാണ് കഴിക്കാൻ ഇഷ്ടം. എന്താ ചെയ്യുക, അവർ വന്നു പോകാനുള്ള ടൈമായിട്ടോ. വൈകുന്നേരം 5:30 ട്രെയിന് അവർ തിരിച്ചു പോവാണ്. ചോറൊക്കെ കഴിച്ച് കുറച്ച് നേരം എല്ലാവരും അവിടെ ഇവിടെ ഇരുന്നു. ചായയൊക്കെ കുടിച്ചതിന് ശേഷം അവർ പോകാനുള്ള ടൈമായി. വരുമ്പോൾ ഉള്ളൊരു സന്തോഷം മാത്രമേ കേട്ടോ, പോകുമ്പോൾ ഭയങ്കര വിഷമമാണ്. പിന്നെ പോകാണ്ടിരിക്കാൻ പറ്റില്ല. അവർക്ക് അവരുടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവർക്ക് തിരിച്ചു പോയേ പറ്റുള്ളൂ. എപ്പോഴും ഇവരിങ്ങനെയാണ് കേട്ടോ, രാവിലെ വരാം വൈകിട്ട് പോവാം. അപ്പം നമ്മുടെ കാറിൻ്റെ ബാക്കിൽ നമ്മൾ സുബാവ വ്ളോഗ്സ് എന്നൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ കാറിന് പണി കിട്ടുന്നതിന് മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ടാണ് കാറിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വിട്ടു. അച്ഛന് നല്ല ബുദ്ധിമുട്ടുണ്ട് കാലം നടക്കാൻ വേണ്ടിയിട്ട്. എന്നാലും അച്ഛൻ വസുവിനെ കാണണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഇത്ര കഷ്ടപ്പെട്ടാണെങ്കിൽ അച്ഛൻ വന്നത്, പാവം. അങ്ങനെ അവരെ തിരിച്ചു വിട്ടതിന് ശേഷം നമ്മൾ ശാലയിൽ കുറച്ച് ചില്ലറ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നു. ആക്ച്വലി നമ്മൾ ഇത് ക്രിസ്മസിന് മുമ്പുള്ള വീഡിയോ ഉണ്ട്. ക്രിസ്മസ് ഐറ്റം മേടിക്കാനാണ് കേട്ടോ വന്നത്. പിന്നെ ഞാനതിനെ കട്ട് ചെയ്തു. അതിന് ഇനി ഇവിടെ ഇടുന്നതിനോട് പ്രസക്തിയില്ല. പിന്നെ നമ്മൾ ആ ക്രിസ്മസ് സാധനങ്ങൾ മേടിച്ചിട്ട് വസുവിന് വാച്ചില്ലാന്ന് അച്ഛൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ വസുവിന് പൈസ ഒക്കെ കൊടുത്തിട്ടാണ് പോയത് വാച്ച് മേടിക്കാൻ. അങ്ങനെ നമ്മൾ വാച്ച് മേടിക്കാൻ വന്നു. ഒന്ന് വാങ്ങേണ്ട സ്ഥലത്ത് 2 വാച്ചിന് വേണ്ടിയിട്ട് അടി ഉണ്ടാക്കിക്കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ആ ഒരു ബ്ലൂ വാച്ചും പിന്നെ അത് ഈ ലൈറ്റ് കത്തുന്ന ഈ സ്പൈഡർമാൻ വാച്ചുമാണ് വസു എടുത്തത്. അങ്ങനെ അതും വാങ്ങി. നമ്മൾ വേറെ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെയും പോകാൻ ഒന്നുമില്ല. ഫുഡൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുഡൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നേരെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് സുബാവ വ്ളോഗ്സ്.